ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ബ്രഹ്മഖണ്ഡത്തിലുള്ള 1-ാം അധ്യായത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം എത്തിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട സകല ദേവതകളും ഭഗവാനെ വന്ദിച്ചു നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയ്ക്ക് ശേഷം ഭഗവാൻ അവർക്ക് നൽകുന്ന അനുജ്ഞയെക്കുറിച്ച് 60-ാം ശ്ലോകത്തിൽ സൂതൻ വിവരിക്കുന്നു. 60-ാം ശ്ലോകം. അധ്യായ പരിസമാപ്തി. അനുഗ്രഹവാണി. ഭഗവാൻ സകല ദേവതകൾക്കും അവരവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ നൽകുന്ന അനുവാദമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ ഹൃഷ്ടഃ പ്രോവാച സസ്മിതം യഥാധികാരം ഗച്ഛധ്വം കുരുധ്വം ജഗതി സ്ഥിതിം. പദാനുപദ അർത്ഥം. താന് അവരെ, ആ ദേവതകളെ, ദൃഷ്ട്വ ദർശിച്ചിട്ട്, നോക്കിയിട്ട്, കണ്ടിട്ട്, ഭഗവാൻ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഹ്രഷ്ടഃ സന്തോഷഭരിതനായി, പ്രോവാച പ്രകർഷേണ പറഞ്ഞു, നന്നായി അരുളി ചെയ്തു, സസ്മിതം പുഞ്ചിരിയോടെ, യഥാധികാരം അവരവരുടെ അധികാരത്തിനനുസരിച്ച്, ചുമതലകൾക്കനുസരിച്ച്, ഗച്ഛധ്വം പോയാലും പുറപ്പെട്ടാലും, കുരുധ്വം ചെയ്താലും, ജഗതി ലോകത്തിൽ, സ്ഥിതിം നിലനിൽപ്പിനെ സ്ഥിതിയെ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടെ ആ ദേവതകളെയെല്ലാം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചുമതലകളിലേക്ക് പുറപ്പെടുക. ഈ ലോകത്തിൻ്റെ ക്രമമായ നിലനിൽപ്പിനായി അഥവാ സ്ഥിതിക്കായി നിങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിച്ചാലും. 1-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരം. ഇതോടെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ 1-ാം അധ്യായം പൂർത്തിയാകുന്നു. ഈ അധ്യായത്തിലൂടെ നാം കണ്ടത്: നൈമിഷാരണ്യത്തിലെ മുനികളുടെ ചോദ്യം, ഗോലോകത്തിൻ്റെ അത്യന്തം മനോഹരമായ വർണ്ണന, ഏകനായ കൃഷ്ണനിൽ നിന്ന് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, പ്രകൃതി എന്നിവർ ഉദ്ഭവിച്ചത്. പ്രകൃതിയിലെ സകല ശക്തികളും ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളാണെന്ന സത്യം. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ഭഗവാൻ നൽകിയ യഥാധികാരം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യൻ പ്രകാശിക്കണം, വായു വീശണം, അഗ്നി ജ്വലിക്കണം, ആരും മറ്റൊരാളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ല. അതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ ഭഗവാൻ നിനക്ക് നൽകിയ ധർമ്മം, ഡ്യൂട്ടി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പുഞ്ചിരിയോടെ ചെയ്യുക. അപ്പോഴാണ് ഈ ലോകത്ത് സ്ഥിതി, ഹാർമണി ഉണ്ടാകുന്നത്. 1-ാം അധ്യായം ഇവിടെ മംഗളകരമായി പൂർത്തിയാക്കി. ഇനി 2-ാം അധ്യായത്തിൽ ബ്രഹ്മാവ് എങ്ങനെയാണ് ഭൗതികമായ ലോകത്തെ സൃഷ്ടിച്ചതെന്നും മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഉദ്ഭവം എങ്ങനെയെന്നും സൂതൻ വിവരിക്കുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.